അമ്പാടീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാറുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ പുട്ട്. എന്നാൽ അത് ഇത്തിരി ടേസ്റ്റിൽ ഉണ്ടാക്കിയാലോ, കറിയൊന്നും കൂട്ടാതെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിത്തിരി പുട്ടുപൊടി എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പുട്ടുപൊടി വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങയാണ് മിക്സിയിൽ അരച്ചിട്ട്, നന്നായിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കൊന്നും വേണ്ട, എന്നാലും കുറച്ച് സമയം ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ആ വെള്ളത്തോടെ ഒഴിച്ചിട്ടാണ് ഞാൻ പുട്ടുപൊടി കുഴച്ചെടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഇത്തിരി ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 മീഡിയം സൈസ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന പുട്ടുപൊടിയുടെ അളവിന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇടേണ്ടത് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇവിടെ പക്ഷെ മല്ലിയില കൊണ്ടുവന്ന് വെച്ചാൽ പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ട് തന്നെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പച്ചമുളക്, കാരണം ഇവിടെ അമ്പാടിയൊക്കെ ഉള്ളത് കൊണ്ട് നന്നായിട്ട് എരിവ് പറ്റിയാൽ ശരിയാവില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് അധികം എരിവ് വേണ്ടല്ലോ. അങ്ങനെ അതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സാധാരണ പുട്ട് ചുടുന്ന പോലെ തേങ്ങയിട്ട് പുട്ടുപൊടിയിട്ട് തേങ്ങയിട്ട് അങ്ങനെ നമുക്ക് ഒന്ന് പുട്ട് ആവി കയറ്റിയെടുത്ത് വേവിച്ചെടുക്കാം. ഈ പുട്ടിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ടേസ്റ്റിൽ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. സാധാരണ പുട്ടൊക്കെ തിന്നാൻ മടി കാണിക്കുന്ന കുട്ടികൾക്ക് ഇതൊന്ന് ആക്കി കൊടുത്ത് നോക്കിക്കോളൂ. തീർച്ചയായും കഴിച്ചോളും. നല്ല രുചിയുണ്ട്. കറിയൊന്നും കൂട്ടാതെ നമുക്ക് നല്ല സോഫ്റ്റ് പുട്ടുമാണ്. കറിയൊന്നും കൂട്ടാതെ കഴിക്കാനും പറ്റും. അതുകൊണ്ട് പുട്ടുണ്ടാക്കുമ്പോൾ ഇനി കറി ഉണ്ടാക്കണമല്ലോ എന്ന് ചിന്തിച്ച് സമയം കളയണ്ട. വേഗം തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.